ടൊവിനോ മൂവിയായ നടിഗറിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു ചെറിയ കോൺട്രവേഴ്സി എന്നൊന്നും പറയാൻ പറ്റില്ല. ടൈറ്റിലുമായിട്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നടിഗർ തിലകം എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്ന സിനിമയുടെ പേര്. പിന്നെ അത് ഈ ശിവാജി സാറാണല്ലോ നടിഗർ തിലകം. ശിവാജി സാറിൻ്റെ സണ്ണായ പ്രഭു അങ്ങനൊരു ആക്ടറാണ്. അങ്ങേര് ഇത് നടിഗർ തിലകം എന്ന് പറയുമ്പോൾ ഫാൻസിനൊക്കെ ഭയങ്കരമായിട്ട് അത് ശിവാജി സാറുമായിട്ട് ആ ഒരു ഇത് വരും എന്ന് പറഞ്ഞിട്ട് നടിഗർ എന്ന് മാത്രം ആക്കുകയായിരുന്നു പിന്നെ ഈ സിനിമയുടെ പേര്. എനിക്ക് എന്താ ആദ്യം വന്ന പോസ്റ്റേഴ്സിലൊക്കെ ഇത് നടിഗർ തിലകം എന്ന് തന്നെയായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ ടൊവിനോ തോമസ് ആൻഡ് സൗബിൻ ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ലാൽ ജൂനിയർ ആണ് ഡയറക്റ്റ് ചെയ്തത്. സോ ടീസർ കാണാം. ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം. ഇവിടെ അനീതി നടന്നത് എൻ്റെ കുടുംബത്താണ്. കലാപം നടന്നിരിക്കും. ഭാവന ഓക്കെ. സംതിങ് ലൈക്ക് നടിഗർ തിലകം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒരു സിനിമാക്കാരൻ്റെ ജീവിതം, ഇനിയിപ്പോൾ ആ സിനിമാക്കാരൻ്റെ ജീവിതം അല്ലെങ്കിൽ സിനിമാക്കാരൻ എങ്ങനെ ആയി എന്നുള്ള ഡെവലപ്മെൻ്റ് ആണോ കാണിച്ചതെന്ന് അറിയില്ല. ടൊവിനോ തോമസിൻ്റെ വീട്ടിലെ പ്രശ്നമുണ്ട്. ബാക്കിയാണ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ. എൻ്റെ മോനെ ഇതെന്താ അറിയോ, ടൊവിനോ എനിക്ക് ഒന്ന് തല്ലുമാലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു കിടിലൻ കോസ്റ്റ്യൂമിൽ ടൊവിനോനെ കാണുന്നത് ഇതിൽ തന്നെ ആയിരിക്കും. ഇത് ലുക്കാണ് ഭയങ്കര വേറെ റേഞ്ച്, ഒരു ഹോളിവുഡ് ലെവൽ നടൻ്റെ ലുക്കാണ് ഈ ചങ്ങാതി. അതും ആ തല്ലുമാല വൈബ് കോസ്റ്റ്യൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കളി മാറും. ഇതിപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പല ഐറ്റംസും കാണാതെ ട്രെൻഡാവുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും ഈ പടത്തിൽ. What's next? No phones, no calls, no cinema. Just booze, dance, കുന്തളിപ്പ്, കലാപരിപാടികൾ and finally ഓക്കെ. അപ്പോൾ കുന്തളിപ്പ്, അതായത് ഒരു പ്രമുഖ നടൻ, ആ നടൻ സൂപ്പർ സ്റ്റാർ ഒളിച്ചുകൂടുകയാണെന്ന് തോന്നുന്നുണ്ട് ജീവിതത്തിൽ നിന്ന്. അതായത് ഈ സ്റ്റാർഡം, ഫെയിം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് അതൊന്നും വേണ്ട, മൊബൈൽ വേണ്ട, ഒന്നും വേണ്ട പോയി ഞാനിത് കുന്തളിക്കാൻ പോണത് ദുബായിൽ പോകുന്നുണ്ട്. കളർഫുൾ ആയിരിക്കും ഉണ്ടാവും പടം. ഇത് റീസെന്റ് 2-3 പടം പൊട്ടികളും മാറ്റി നിർത്തിയ ഒന്നുമില്ല, ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? താങ്കളൊരു ഒട്ടും ഡിസേർവിംഗ് അല്ലാത്ത വെറും സൂപ്പർ ഹീറോ ചമയുന്ന ഒരു പൊട്ടൻ ചെക്കനാണെന്നാണ്. ഡേവിഡ് പടിക്കൽ എന്ത് പഠിക്കൽ, ആരുടെ പഠിക്കൽ? ഓക്കെ. ഒരു സൂപ്പർ സ്റ്റാർ, അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം. ഇതിനിടയിൽ ആ മറ്റേ ഇതുണ്ടല്ലോ ന്യൂസ്, ആ ലേഡി വന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഡോക്ടർ സരോജ് കുമാറിലെ രംഗമാണ് ഓർമ്മ വന്നത്. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കണക്റ്റ് ആയോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. എനിക്ക് പെട്ടെന്ന് ആ രംഗമാണ് ഓർമ്മ വന്നത്. ഡോക്ടർ സരോജ് കുമാർ അതേപോലത്തെ ഒരു സൂപ്പർ സ്റ്റാർ ആണോ ഇനി ഡേവിഡ്? നിന്റെ അച്ഛനാണ് പഠിക്കൽ. എന്താ ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ ഏട്ടായിക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുമോ? ചന്തു. ഓക്കെ. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ ചെയ്യുന്ന പോലെ, ഉണ്ണി മുകുന്ദൻ ഫാൻസിനെ ഫോളോ മാത്രമല്ല വേറെ പലതും ചെയ്യാറുണ്ടാവും. തെറി വിളിക്കും, ചീത്ത പറയും. ഉണ്ണിയേട്ടൻ അങ്ങനെയുള്ള പോട്ടെ, ഉണ്ണിയേട്ടൻ്റെ കാര്യം വിടും. ഉണ്ണിയേട്ടൻ നല്ല പാവം മനുഷ്യനാണ്, വിട്ടേക്ക്. അപ്പോൾ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്തുവിൻ്റെ ഈ ഒരു കോമഡി, ഒരു ലൈക്ക് കോമഡി ക്യാരക്ടർ ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മഞ്ഞുമൽ ബോയ്സിൽ തന്നെ അവർ ചന്തുവിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കോസ്റ്റ്യൂമും ആ ഒരു ലുക്കൊക്കെ എവിടേക്കോ നമുക്ക് നമ്മുടെ സലീം കുമാർ, ചന്തുവിൻ്റെ ഫാദർ സലീം കുമാർ ഏട്ടൻ്റെ ഒരു മണവാളൻ സാധനമൊക്കെ ആയിട്ട് ആ കണ്ണട വെച്ചും കോട്ടുള്ള നടത്തും. അപ്പം തന്നെ ഞാൻ ആലോചിച്ചിരുന്നു ചന്തുവിനൊരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടർ കിട്ടിയ എപ്പടി എന്നുള്ളത്. അപ്പോൾ ഇതിലെന്താണെന്ന് നോക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് കുറച്ച് ലൈക്ക് ഇപ്പം കുറവാണ് അല്ലേ, ഭയങ്കര കുറവ്. സിറ്റുവേഷണൽ കോമഡി ഉണ്ട്, പിന്നെ കൊമേഡിയൻസ് ഉണ്ട്, ഇല്ലാതൊന്നും പറയുന്നില്ല. ബട്ട് നായകന്മാർ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി
ടീമായിട്ട് അഭിനയിക്കുന്നവരൊക്കെ തന്നെ സിറ്റുവേഷണൽ കോമഡി പോണത് അങ്ങനത്തെ അതാണ് വൈബ്. വേറെ രസം. പ്രേമലുമൊക്കെ അങ്ങനെ കത്തിയതാണ് രോമാഞ്ചം. പക്ഷെ ഒരു കൊമേഡിയൻ എന്നുള്ള നിലയ്ക്ക് സെറ്റാവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് റൈറ്റ് ടൈമാണ് ചന്തു. കാരണം മലയാളം ഇൻഡസ്ട്രിയിൽ കുറച്ച് എന്താ പറയുക യങ് കൊമേഡിയൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അത് ചേറും. പിന്നെ ടോവിനോൻ്റെ ലുക്ക് കണ്ടില്ലേ, എമ്മ ഡ്രസ്സിങ് ഒരു രക്ഷയില്ല. കോസ്റ്റ്യൂംസൊക്കെ വേറെ വേറെ റേഞ്ച്. എന്താണെങ്കിലും മെയ് 3-ാം തീയതിയാണ് പടം. പാക്കലാണ്.